വെൽക്കം ടു വിദ്യ കൊമേഴ്സ് അക്കാദമി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. നെറ്റ് പ്രോഫിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ആണ് ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുക, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതുക. അതിന്റെ തൊട്ട് താഴെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരും. ഇനി പ്രോഫിറ്റ് അല്ല, ചില ക്വസ്റ്റ്യനകത്ത് നമുക്ക് ലോസ് തരാം. ലോസ് തരുവാണെങ്കിൽ ഈ സൈഡിലായിരിക്കും ഓപ്പണിംഗ് കൊടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന്, അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് കൊടുക്കുക. അതിന്റെ തൊട്ട് താഴെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, അതായത് പാർട്ട്നേഴ്സിന് കിട്ടുന്നതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇനി ഇതിന്റെ ബാലൻസ് എമൗണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് പാർട്ട്നേഴ്സിന് ഇൻഡിവിജ്വലി അവരുടെ ഷെയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മനസ്സിലായെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് ഓർക്കേണ്ടത്, ക്യാപിറ്റൽ ഡ്രോവിങ്സ് ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും. പക്ഷെ അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് എഴുതരുത്. എത്ര പറഞ്ഞാലും ഡ്രോവിങ്സ് കയറ്റി എഴുതുന്നത് കണ്ടിട്ടുണ്ട്, അതുപോലെ ക്യാപിറ്റലും എഴുതും. അപ്പൊ അത് നമുക്ക് ക്യാപിറ്റൽ തരുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ മാത്രം യൂസ് ചെയ്യുക. ഡ്രോവിങ്സ് തരുന്നത് അവിടെ കിടന്നോട്ടെ. ഡ്രോവിങ്സ് ചിലപ്പോഴേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കണ്ടുപിടിക്കാൻ വരുള്ളൂ. ഇനി അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് തന്നിരിക്കും. അപ്പൊ ഡ്രോവിങ്സ് തരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ എഴുതുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ബി entered into a partnership agreement on 1st April 2018. A contributing rupees 80,000 and B contributing rupees 60,000 as capital. ഇപ്പൊ എയും ബിയും ഒരു പുതിയ പാർട്ണർഷിപ്പ് എഗ്രിമെന്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 80,000ഉം ബി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 60,000 60,000 ആണ്. ദ എഗ്രിമെന്റ് പ്രൊവൈഡഡ് ദാറ്റ്, ഇപ്പൊ ആ എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈസ് profits and losses to be shared in the ratio 2:2 as between A and B. എയുടെയും ബിയുടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 2:2 ആണ്. ദാറ്റ് മീൻസ് 1:1. പാർട്ട്നേഴ്സ് ടു ബി എൻറ്റൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 5% per annum. ഒരു വർഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% കിട്ടുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ടു ബി ചാർജ്ഡ് A 1,500. receive a salary of rupees 3,000 for the year. ഒരു വർഷം എക്ക് കിട്ടുന്നത് 3,000 രൂപയാണ് സാലറി ആയിട്ട്. ബി ടു റിസീവ് എ കമ്മീഷൻ ഓഫ് rupees 2,000. ബിക്ക് കിട്ടുന്ന കമ്മീഷൻ 2,000 രൂപയാണ്. ഡ്യൂറിംഗ് ദ ഇയർ ദ ഫേം മെയ്ഡ് പ്രോഫിറ്റ് ഓഫ് rupees 60,000 ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്, സാലറി ആൻഡ് കമ്മീഷൻ. ഈ ഇൻട്രസ്റ്റ്, അതുപോലെ സാലറി, കമ്മീഷൻ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് 60,000 രൂപയാണ്. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, 60,000 രൂപയാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് 60,000 രൂപ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ. 1,500ഉം 500ഉം ആണ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ഇതൊക്കെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 80,000 ആണ്. 80,000ന്റെ 5% കാണുക. അപ്പോ എയുടെ കിട്ടും. ബിയുടെ കിട്ടാനായിട്ട് 60,000ന്റെ 5% കാണുക. സാലറി എയുടേത് 3,000 ആണ് തന്നിരിക്കുന്നത്. അത് ഒരു വർഷത്തെയാണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, പെർ മന്ത് എന്നാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ ആ എമൗണ്ടിനെ 12 വെച്ച് ഇൻറ്റു ചെയ്യണം. ഇവിടെ
ഒരു വർഷത്തെ തന്നിരിക്കുന്നതുകൊണ്ട് ആ എമൗണ്ട് എഴുതുക. കമ്മീഷൻ 2000 ആണ് തന്നിരിക്കുന്നത്. കമ്മീഷനും 2000 കാണിക്കുക. ഇത്രയും കാര്യങ്ങളെ അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് ഇതിലേക്ക് അപ്രോപ്രിയേഷനിലേക്ക് മാറ്റാനുള്ളതുള്ളൂ. ക്യാപിറ്റലും ഡ്രോവിങ്സും മാറ്റരുത്. ഇനി ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. നെറ്റ് പ്രോഫിറ്റ് ഉള്ള സൈഡ് ആയിരിക്കും കൂടുതൽ വരുന്നത്. 60,000 2,000 കൂടെ കൂട്ടി 62,000 കിട്ടി. ആ സെയിം എമൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി. ഇനി 62,000 നിന്ന് 7,000 3,000 2,000 കൂടെ ആഡ് ചെയ്തിട്ട് ആ എമൗണ്ട് കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 50,000. ആ 50,000 അവരുടെ 2:2 എന്ന് പറയുന്നതാണ് അവരുടെ റേഷ്യോ. ആ റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഇതും ഒരു പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ using the following information, prepare capital accounts of Mr. Joy and find out his share of profit. അപ്പോൾ ജോയ് എന്ന് പറയുന്നയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ആസ് ഓൺ 1st January 2018 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണത്. 31st December എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. ഇപ്പൊ 2 lakh ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, 4 lakh ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്. ഡ്രോവിങ്സ് ഡ്യൂറിംഗ് ദ ഇയർ വിഡ്രോ ചെയ്തിരിക്കുന്നത് 60,000 രൂപയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് തന്നിട്ടുണ്ട് 3,000. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന ക്യാപിറ്റൽ 1 lakh ആണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,000 ഉണ്ട്. സാലറി 7,500 ഉണ്ട്. എല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതുക. ഇപ്പൊ ബാലൻസ് ബ്രോ ഡൗൺ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ അഡീഷണൽ ക്യാപിറ്റൽ കാണിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, അതുപോലെ ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ബാലൻസ് ക്യാപിറ്റൽ, ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത്രയും ആ ക്വസ്റ്റ്യനിലെ നമ്മൾ അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇനി ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ക്യാരി ഡൗൺ കിടക്കുന്നത്. അതുകൊണ്ട് ആ സൈഡേ കൂടുതൽ വരുള്ളൂ. ആ ടോട്ടൽ നമ്മൾ ഇവിടെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതുക. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഈ എമൗണ്ടിൽ നിന്ന് 4,63,000 നിന്ന് ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 1,50,500 എന്ന് പറയുന്നത്. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. എങ്കിലേ നിങ്ങൾക്ക് തുടർന്നും ഇടുന്ന വീഡിയോസ് ലഭ്യമാകത്തുള്ളൂ. താങ്ക് യു.